ഇന്ത്യയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയം എന്ന് പറയുന്നത് ഫേർണിച്ചറിന്റെ കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചുള്ള ഫേർണിച്ചർ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. കാര്യം വീട് വലുതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഇന്റീരിയർ നല്ലതായിരിക്കും, ഫേർണിച്ചറിനെ കുറിച്ച് ആരും ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് അനുയോജ്യമായിട്ടുള്ള ഫേർണിച്ചർ എന്ന് പറയുമ്പോഴത്തേക്കും ആ വീട്ടിലുള്ള സ്ഥലത്തിനെ അതല്ലെങ്കിൽ സ്ഥലപരിമിതിയെ നോക്കി നമ്മൾ അതിന് മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മൾ ഫേർണിച്ചർ ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഈ കാണുന്ന ഫേർണിച്ചർ ഇത് നമുക്കൊരു കസ്റ്റമറിന് കൊടുക്കാനുള്ള ഫേർണിച്ചറാണ്. അവരുടെ വീടിന് അനുയോജ്യമായിട്ടുള്ള കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഫേർണിച്ചറിന് വരെ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ട് പോക്കറ്റ് ടൈപ്പ് സ്പ്രിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. 20 years വരെ നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. പഴയ കൺസെപ്റ്റ് അവർ ആദ്യം ഞങ്ങളത് പറഞ്ഞത് 3+2 അവർ പറഞ്ഞിരുന്ന ഒരു സോഫ. പക്ഷെ ആ 3+2 അവിടെ നമുക്ക് ഇടാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ മെഷർമെന്റ് എടുത്തിട്ട് അവർക്ക് ഇഷ്ടമായിട്ടുള്ള കളറിനകത്താണ് നമ്മൾ ഈ ഒരു സോഫ അവർ പറയുന്ന ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വളരെ കൃത്യതയോടും ഉത്തരവാദിത്തത്തോടും കൂടി നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് നമ്മുടെ ഫേർണിച്ചർ നമ്മൾ മേക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് മാക്സിമം റേറ്റ് നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ 15 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ആവശ്യമില്ലാത്ത മറ്റ് സ്ഥലത്തുനിന്ന് സാധനങ്ങൾ എടുക്കാതെ നമ്മുടെ ഫർണിച്ചർ യൂണിറ്റ് തന്നെയാണ് മാക്സിമം അവർ പറഞ്ഞിട്ടുള്ള റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഫർണിച്ചർ നമ്മൾ മേക്കിംഗ് ചെയ്യുന്നത്.